പാലക്കാട് ഡിവിഷൻ വിഭജനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു റെയിൽവേ ബോർഡ്. പ്രവർത്തനപരമായ ആവശ്യകതകൾ കണക്കിലെടുത്താണ് വിഭജനമെന്നും മാറ്റങ്ങൾ 2026 ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും റെയിൽവേ അറിയിച്ചു. സദേൺ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കൈമാറ്റം കേന്ദ്രം ഉള്ളാളിലേക്ക് പാടിലിൽ നിന്ന് ഉള്ളാളിലേക്ക് മാറും. AK അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ, ഇപ്പോൾ എന്താണ് പറയുന്നത്? റെയിൽവേ ഡിവിഷൻ, അതായത് പാലക്കാട് ഡിവിഷൻ എന്ന് പറയുന്നത് വിഭജിക്കാനുള്ള തീരുമാനം ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യം തന്നെ ഉയർത്തുന്നു. കാരണം പാലക്കാട് ഡിവിഷന്റെ ഭാവി എന്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. കാരണം നേരത്തെയും ഇത്തരത്തിൽ പാലക്കാട് ഡിവിഷൻ വിഭജിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പനമ്പൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള വരുമാനം കൊണ്ട് വലിയ തരത്തിൽ ക്ഷതം പാലക്കാട് ഡിവിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പനമ്പൂർ അടക്കം പോകുന്ന ഘട്ടത്തിൽ 60% വരുമാന നഷ്ടം സംഭവിക്കാൻ പോകും. പ്രത്യേകിച്ചും റെയിൽവേയുടെ പ്രവർത്തനം കണക്കാക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റേഷന്റെ കാര്യക്ഷമത അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഭാവി വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഇത്തരത്തിൽ വികസനം അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ആ സ്റ്റേഷന്റെയും ആ ഡിവിഷന്റെയും പ്രവർത്തനത്തെ തന്നെ ബാധിക്കും. ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നത് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത്. കാരണം പ്രധാനമായും കർണാടക തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ കർണാടകയിൽ BJP വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ശിഥിലമാകുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ എതിർപ്പ് ഉയർന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് അവിടെ തിരിച്ചു വരണമെങ്കിൽ ഇത്തരത്തിൽ പ്രാദേശികമായ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കം BJPയുടെ ഭാഗത്ത് നടക്കുന്നത്. പ്രധാനമായും BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന മേഖല എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലി അടക്കം ഉൾപ്പെടുന്ന ഈ തീരദേശ മേഖലയാണ്. അവിടെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ മംഗലാപുരം അടക്കമുള്ള മേഖലയിൽ ഇത്തരത്തിലുള്ള വികസനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ അത് BJPയെ രാഷ്ട്രീയമായി സഹായിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ അവരുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അവർക്ക് ഇനി പിന്നോക്കം പോകാൻ കഴിയില്ല എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇത് പ്രാദേശികമായി തന്നെ അവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിലൊക്കെ നടക്കുന്നത് പോലെയല്ല. പല ഘട്ടങ്ങളിലൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. കാവേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കേരളത്തിലുണ്ടാവുന്ന ഒരു സമരത്തെ പോലെയല്ല. അവിടെ അത്ര വൈകാരികമായി തന്നെയാണ് അവിടെയുള്ള ആളുകൾ സമരങ്ങളെയൊക്കെ കാണുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇനി കേന്ദ്ര സർക്കാർ ഇതിന് പിന്നോക്കം പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയായി തന്നെ നിൽക്കുന്നു. ഏതായാലും കോൺഗ്രസിന്റെയും അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ഭാഗത്ത് വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ഉത്തരം പറയേണ്ടത് സുരേഷ് ഗോപി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള MP കൂടിയാണ് എന്ന് BJP പറയുന്നു. പക്ഷേ BJPയുടെ ഭാഗത്തും കൃത്യമായ ഒരു മറുപടി ഈ ഘട്ടത്തിൽ പോലും ലഭിക്കുന്നില്ല എന്നതും ഇതിന്റെ മറ്റൊരു രാഷ്ട്രീയ മുഖമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു ഘട്ടമാണ്. കാരണം വരുമാനം നഷ്ടപ്പെടുമ്പോൾ പാലക്കാട് ഡിവിഷന്റെ വികസനം ഇനി എങ്ങോട്ടാണ് പോകുക എന്നുള്ള കാര്യം ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട്. BJ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ പറയുന്നത് അത് ബാധിക്കില്ല എന്നാണ്. പക്ഷേ അത് ബാധിക്കും. കാരണം അതിന്റെ പ്രവർത്തന മികവിനെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചുകൊണ്ട് റെയിൽവേ ബോർഡ് നൽകുന്ന സൂചന. ഇതിലിപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളിൽ ആകെ പ്രതികരിച്ചിരിക്കുന്നത് PK കൃഷ്ണദാസാണ്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കളാരും ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അശ്വനി വൈഷ്ണവുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊരു തീരുമാനം ഇനിയിപ്പോൾ നിലവിലെ ഈ വിജ്ഞാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പിന്നോട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കനത്ത നഷ്ടമാണ് നേരിടാൻ പോകുന്നത്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ വലിയ നഷ്ടം.